കേരളത്തിൽ ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന എമ്പുരാൻ സിനിമ. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എനിക്കും പറയാനുണ്ട്. ഞാൻ വീഡിയോയിലേക്ക് വരാം. ആദ്യം നിങ്ങളൊരു 18 സെക്കൻഡുള്ള ഈ ഒരു വീഡിയോ കാണാം. സെൻസർ ബോർഡിന്റെ അനുമതി കിട്ടിയാൽ എവിടെ സിനിമ നടക്കും? അത് DYFI ഓഫീസിൽ നിന്നല്ല, യൂത്ത് ലീഗിന്റെ ഓഫീസിൽ നിന്നല്ല, സെൻസർ ബോർഡ് ഓഫ് ഇന്ത്യയാണ് കൊടുക്കുന്നത്. ഇതുവരെ മിണ്ടാത്തവരൊക്കെ മറ്റ് സിനിമകളും നാടകങ്ങളും വന്നപ്പോൾ അതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞവരൊക്കെ ഇപ്പൊ എന്തിനാണ് വരുന്നതെന്ന് അറിയാനാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. അതെ, ദി കേരള സ്റ്റോറി ഇറങ്ങിയ സമയത്ത് അന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള സുരേന്ദ്രൻ നടത്തിയ ഒരു ബൈറ്റാണ് നിങ്ങൾ കണ്ടത്. നമുക്ക് അതിനോട് വലിയ എതിർപ്പൊന്നുമില്ല. കാരണം എന്താൽ ആവിഷ്കാര സ്വാതന്ത്ര്യം അത് നമ്മൾ അനുവദിക്കുന്നതാണ്. അത് സിനിമയായാലും എഴുത്തായാലും മറ്റെന്ത് കാര്യത്തിലാണെങ്കിലും. ആ സമയത്ത് കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും ഒരേപോലെ എതിർത്ത ഒരു കാര്യമുണ്ട്. ദി കേരള സ്റ്റോറി അത് കേരളത്തിൻ്റെ കഥ പറയുന്ന ഒരു സ്റ്റോറിയല്ല. 33,000 സ്ത്രീകളെ അതിൽ പറയുന്നത് പ്രകാരം മതം മാറ്റി മറ്റു രാജ്യത്തിലേക്ക് തീവ്രവാദത്തിന് വേണ്ടിയൊക്കെ കൊണ്ടുപോയി എന്നുള്ളൊരു ഷോർട്ട് ആൻഡ് വേർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. നമ്മൾ പറയുന്നത് കേരളത്തിൽ അങ്ങനെ ഒരു സംഭവമല്ല. നിങ്ങൾക്ക് സിനിമ ചെയ്യാം, എന്തും ചെയ്യാം, അതിനൊന്നും നമ്മളിവിടെ ആരും എതിരല്ല. അത് കേരള സ്റ്റോറി, കേരളത്തിൻ്റെ കഥ പറയുന്നു എന്ന് പറയുമ്പോൾ അതിനെയാണ് നമ്മൾ എതിർത്തത്. അതിൽ നിന്ന് ഇന്ന് വരെ ഒരു ഭാഗവും കട്ട് ചെയ്ത് നീക്കിയിട്ടില്ല. പ്രിയപ്പെട്ട സുരേന്ദ്രൻജി, നിങ്ങളോട് എല്ലാ ബഹുമാനവും വെച്ച് ചോദിക്കട്ടെ, ആവിഷ്കാര സ്വാതന്ത്ര്യം നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളത് മാത്രം മതിയോ? അന്ന് എല്ലാവരും എതിർത്തത് ഒരു മതമോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമോ ഒന്നുമല്ല, കേരളം ഒന്നാകെയാണ് എതിർത്തത്. കാരണം എന്താ, കേരളത്തിന്റെ കഥ പറയുന്ന ഒരു സിനിമയാണ്. അതിനെപ്പോലും നിങ്ങൾ ഒപ്പം നിൽക്കാൻ നിങ്ങൾ തയ്യാറായിട്ടില്ല. നിങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യം പറഞ്ഞു. ഇന്ന് ഞങ്ങൾ ചോദിക്കുന്നു, ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം നിങ്ങൾ തൊണ്ടയിലോട്ട് വീങ്ങിയോ? നമുക്കറിയാൻ താല്പര്യമുണ്ട്. കാലത്തിനനുസരിച്ച് നിങ്ങളിങ്ങനെ നിലപാടുകൾ മാറ്റിക്കൊണ്ടു പോകുന്നതിൽ വലിയ സങ്കടമുണ്ട്. നിങ്ങളൊക്കെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ, നിങ്ങൾ അംഗീകരിക്കുന്നവരും വിമർശിക്കുന്നവരുണ്ടാവും. പക്ഷെ അതിലൊക്കെ നിങ്ങളൊരു മാന്യത നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് ഈ എമ്പുരാൻ സിനിമയിൽ നിന്ന് 17ാം ഭാഗം, ഏകദേശം 20 മിനിറ്റോളം വരുന്ന ഭാഗം കട്ട് ചെയ്ത് നീക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ കേരളത്തിലെ ജനങ്ങളൊക്കെ വലിയ ആശങ്കയിലാണ്. ആ സിനിമയിലൊരു ഭാഗം കട്ട് ചെയ്തത് കൊണ്ടല്ല, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നേക്കുമായി നിലക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ സിനിമ നമുക്ക് നൽകുന്നത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്യുമ്പോൾ നാളെ ഇവിടെ ഇറങ്ങാനിരിക്കുന്ന ഒരുപാട് കഥകൾ, ഒരുപാട് സ്റ്റോറികൾ, ഒരുപാട് സിനിമകൾ, ഇതൊക്കെ ഇവരുടെ തിട്ടൂരത്തിന് വഴങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ വരുമെന്നുള്ളത് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുരേന്ദ്രൻജി, നിങ്ങൾ അന്ന് പറഞ്ഞ നിലപാട്, നിങ്ങൾ ആണായിട്ട് പറഞ്ഞൊരു നിലപാട്, ആ നിലപാടിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഇതിനെതിരെ, ഈ എമ്പുരാൻ സിനിമയിൽ കട്ട് ചെയ്യുന്ന ഭാഗത്തിനെതിരെ നിങ്ങൾ നമ്മളോടൊപ്പം നിൽക്കണം. കാരണം നമുക്ക് ഈ രാജ്യം ആവശ്യമാണ്. ഇവിടെ ഏതെങ്കിലും ഒരാൾ വിമർശിച്ച് ഒരു ഭരണകൂടത്തിനെതിരെ പറയുമ്പോഴേക്കും ആളെ ദ്രോഹിയാക്കി മാറ്റുവാനുള്ള വലിയൊരു അജണ്ടയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പൊ തന്നെ പൃഥ്വിരാജിന്റെ സുന്നത്ത് കഴിഞ്ഞോ എന്നും അവൻ തീവ്രവാദിയുമായിട്ട് പാകിസ്ഥാനിൽ ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞ് അന്വേഷണമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ നമ്മളൊരു കാര്യം പറയുന്നത്, നമ്മളൊക്കെ ഇന്ത്യക്കാരാണ്, ഈ രാജ്യത്ത് ജനിച്ച് വളർന്ന ആളുകളാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ത്യക്കാരാണ്. ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടാൻ പാടില്ല. നമ്മളൊക്കെ ഒരേ ഒരു കൊടിക്ക് പിന്നിൽ അണിനിരക്കുന്ന ആളുകളാണ്. ഇതൊക്കെ മനസ്സിലാക്കാം. ഭരിക്കുന്ന ആളുകൾക്കെതിരെ സ്വാഭാവികമായി വിമർശനങ്ങളും കളിയാക്കലും ഒക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, പ്രിയപ്പെട്ട കരുണാകരൻ, അതേപോലെ ഉമ്മൻചാണ്ടി, ഇവർക്കൊക്കെ എത്രമാനം ട്രോളുകൾ വന്നിട്ടുണ്ട്, എത്രമാനം വിമർശനങ്ങളുണ്ട്, ഇപ്പോഴും വിമർശിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ് ഈ കേരളത്തിലും ഇന്ത്യ രാജ്യത്തൊക്കെ. അതിനൊക്കെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കതിലൊക്കെ തെറ്റുകളുണ്ട്, അതൊക്കെ തിരുത്തി മുന്നോട്ട് പോകാൻ നോക്കുക എന്നല്ലാതെ പറയുന്നവരുടെ വായ മൂടിക്കെട്ടുന്ന ഈ സ്വഭാവം ഇന്ത്യ രാജ്യത്തിന് ഭൂഷണമല്ല എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്.